അങ്ങനെ ഈ 4 സഹാബിരങ്ങൾ റിട്ടേൺ അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു ചൊല്ലാറ്, നബിയെ അങ്ങ് കരാർ ലംഘിച്ചാർ, ഞങ്ങളൊട്ടിಗೆ ആക്കിയ കരാർ അങ്ങ് ലംഘിച്ചു വിട്ടാർ, ആ കരാർ അങ്ങ് പാലനാക്കില്ല ചൊന്തു അങ്ങെന്താക്കിയാർ അവിടെ വെച്ച് ചൊന്നാർ. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സ് സമയത്ത് പേടിച്ചു പോയി. സഹാബിരങ്ങൾ മുസ്ലിമിനെ പേടിച്ചു പോയാ. അങ്ങനെ എത്രത്തോളം പേടിച്ചാർ ചൊന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അത് എന്താക്കി വ്യക്തമാക്കി തന്നത്. ആ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഭയങ്കര പേടിയായിട്ട് അങ്ങനെ കൽബ് സമയത്ത് തൊണ്ടക്ക് വേണ്ട രൂപത്തിൽ അത്രത്തോളം അങ്ങ് പേടിച്ചു പോയാ. അങ്ങ് ബെർക്കൽ ബെർന്നാറിന്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അഹ്സാബിലെ 10 പോകുന്ന ആയത്തിൽ നമുക്ക് പഠിപ്പാട്ട് അള്ളാഹു ചൊല്ലു നോക്കൂ. അങ്ങനെ വിഷയത്തിൽ ആ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങായ അവസ്ഥ എന്ത്, ഇത് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫലി മിൻകും, ശത്രുമാർ നിങ്ങളെ മേലിലും നിങ്ങളെ അടിഭാഗത്തിലും ബന്ധ സന്ദർഭം നിങ്ങൾ ഓർക്കുറിച്ചു അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലു. അല്ലെ മുസ്ലിമീങ്ങളെ അതായത് മദീനത്തെ എതിർള്ള അവിടെ ശത്രുമാർ ഉൽഗവറവ് ട്രൈ ആക്കിയുള്ള പാടുകൂടെ പെറോളു ബനു ഖുറൈള അങ്ങ കരാർ ലംഘിച്ചിട്ടുള്ള അങ്ങ് എപ്പോ ഞങ്ങൾ അറ്റാക്ക് ആക്കൂ ബണ്ടാറിന് തോർ പേടി. അപ്പൊ എതിർലും പെറോളും മേലും അതേപോലെ അടിലും ശത്രുമാർ ಬಂದ സന്ദർഭത്തിൽ നിങ്ങൾ ഓർക്കുറിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലു. വഇദ് സാഗത്തിൽ അബ്സാറു, നിങ്ങളെ കണ്ണ് നിങ്ങളെ നോട്ട തപ്പിപ്പോയ സന്ദർഭ. വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിറ, നിങ്ങളെ ഖൽബ് തൊണ്ടരോടിക്ക് ಬಂದ സന്ദർഭ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. തിരുസത്തോ വിശ്വാസിനിമാരെ സഹോദരന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആലರು പേടിച്ച് ജീവിക്കണം ചൊന്തു സ്വന്തത്തെ മറക്കാണ്ട് ഇവിടെ കൂടിയിട്ടുള്ളേ നിങ്ങളുടെ ഓരോരുത്തരോട്ടും വസിയത്താക്കര ഉപദേശിക്കര റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള പേടിച്ച് ജീവിക്കര മുത്തഖിമാരെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്ക. മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമರೋ ജീവന ചരിത്ര വിശദീകരിക്കുന്നതായോ ഈ ഒരു ക്ലാസ്സിലെ 65ാമത്തെ ക്ലാസ്സിലേക്ക് തിക്കുന്നത് ഞങ്ങളുടെ ഒട്ടികയായിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ ചൊന്നുവെച്ച വിഷയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവനത്തിൽ നടന്നതായി ഹിജ്റ 5ാമത്തെ വർഷത്തിൽ നടന്നതായി ഖന്ദഖ് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ വിഷയത്തിക്കുന്നത്. ഖന്ദഖ് യുദ്ധ നടക്കുകയുള്ള കാരണം എന്തെന്ന് ചൊല്ലുന്നതും അതേപോലെ ഖന്ദഖ് യുദ്ധത്തെ സ്റ്റാർട്ടിങ്ങിൽ നടന്നതായ കുറേ സംഭവങ്ങൾ ഞങ്ങൾ വിശദീകരിച്ചെന്ന. അതായത് ബനു നളീർ ഗോത്രത്തെ ലീഡറായിട്ട് ഹുയൈ ഇബ്നു അഖ്തബ് അതേപോലെ കുറേ പ്രമാണിമാർ ഖുറൈശിമാർ മക്കത്ത് പോയിട്ട് ഖുറൈശിമാരൊട്ടിಗೆ പൽക്ക പറഞ്ഞിട്ട് അങ്ങനെ യുദ്ധത്തിന് പുറത്താക്കി പാട്ടിട്ട് അതേപോലെ ഗത്ഫാൻ ഗോത്രത്തങ്ങളും യുദ്ധത്തിന് പുറത്താക്കി പാട്ടിട്ട് ആ ഗോത്രത്തങ്ങളെ ഉപഗോത്രത്തങ്ങായിട്ടുള്ള കുറേ ആൾമാരെല്ലാം കൂട്ടി പിടിച്ചിട്ട് ഇങ്ങെന്താക്കുന്ന ഒരു യുദ്ധത്തിന് റെഡിയായിട്ടിന്നാർ. നബിക്കും സഹാബിരങ്ങൾക്ക് ഈ വിഷയം പിടിയായപ്പ അങ്ങോട്ട് ചർച്ച ആക്കിയാർ എങ്ങനെ അങ്ങനെ നേരിടേ എങ്ങനെ ഞങ്ങൾ ഡിഫെൻഡ് ആക്കുക. അപ്പൊ ഇതിക്കറ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പേർഷ്യരെ ആ ഒരു പേർഷ്യ ജാഗിരെ ഒരു പ്ലാൻ അങ്ങാക്കി ഇന്ന ഒരു പ്ലാൻ എന്തെ ഒരു വലിയ ഗുലി എടുത്തിട്ട് അതിന് ഇപ്പുറത്തേക്ക് കടന്നു ആവാത്ത പോലത്തെ രൂപത്തിലുള്ള ഒരു ഗുലി എടുത്തിട്ട് ഞങ്ങളെ ഡിഫെൻഡ് ആക്കുന്നു ചൊല്ലേ ആ ഒരു രൂപത്തിൽ പോണ്ടേ. അങ്ങനെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുരെ ആ ഒരു അഭിപ്രായ സമ കണ്ടിട്ട് അങ്ങെന്താക്കിയാർ അവിടെ ഗുലിയെടുക്കുക സ്റ്റാർട്ട് ആക്കിയാർ. അപ്പൊ ആ ഗുലിയെടുക്കുന്ന സന്ദർഭത്തിൽ നടന്നതായ കുറേ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്ത് അതേപോലെ ഗുലിയെടുക്കുന്ന നടുവിൽ കല്ല് കിട്ടിയപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് കൊടുത്തതായ സന്തോഷ വാർത്ത ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി വെച്ചതായിട്ടേക്ക്. അങ്ങനെ സഹാബിരങ്ങ പട്ടിണിയും ത്യാഗെല്ലാം സഹിച്ചിട്ട് അവിടെ മദീനത്തെ ഒരു സൈന്യത്തിൽ എൻ്റർ ആവാത്ത രൂപത്തിൽ അങ്ങെന്താക്കിയ വലിയൊരു ഗുളി റെഡിയാക്കി വെച്ചാർ. അപ്പൊ മദീനത്തിൽ എൻ്റർ അവിടെ മെയിൻ 2 ഭാഗം ഇತ್ತು. ഒന്നു ആ ഓപ്പൺ ഏരിയ ആയിട്ടുള്ള ആ ഭാഗത്തിൽ ഇങ്ങെന്താക്കിയാർ ഗുളിയാക്കിയിട്ട് അങ്ങ് ഇപ്പുറത്തേക്ക് ആവാത്ത രൂപത്തിൽ അതിരെ റെഡിയാക്കി വെച്ചാർ. കുറയിലറങ്ങ് ഉള്ളാറല്ലേ ചൊല്ലെ ഒരു എന്തെ ഗ്യാരണ്ടി തിന്താർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങൾ അങ്ങ് ഒരു ധൈര്യം. കാരണം ബനു ഖുറൈള യഹൂദി ഗോത്രത്തങ്ങ മുസ്ലിമീങ്ങളൊട്ടിಗೆ കരാറിലിന്നങ്ങ പിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി തിന്ത് ബനു ഖുറൈള ഗോത്രത്തങ്ങളൊട്ടിಗೆ ആ കരാറിന്റെ വിഷയത്തിൽ നെനപ്പാക്കി തിന്ത് നിങ്ങളുടെ ഒരു കരാറുണ്ട്, ആ കരാർ പാലിക്കണാങ്ങിട്ടിക്കറാർ. അപ്പൊ ശത്രുമാർ മദീനത്തിക്ക് എൻ്റർ ആവാത്ത പോലെ നീ എന്താക്കണു ഇവിടെ ജാഗ്രത ആക്കണു ചൊന്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മകളൊട്ടിಗೆ ചൊന്തിന്തു. അങ്ങനെ എല്ലാ തയ്യാറെടുപ്പും എടുത്തിട്ട് നബിയും സഹാബിരങ്ങ
ആ ഗുലിര മുട്ട അതിന് ഇപ്പുറത്തില് ഡിഫൻഡർ രൂപത്തില് ബില്ല് ബാണെല്ലാം പിടിച്ചിട്ട് റെഡിയായിട്ട് നിன்றாർ. അങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്ന സന്ദർഭത്തില് സഹാബിരങ്ങ മുസ്ലിമീങ്ങ പ്രതീക്ഷിച്ച പോലെമേ ശത്രുമാറ് ആ ഭാഗത്തേക്ക് പണ്ടാർ മദീനത്തേക്ക് അറ്റാക്ക് ആക്കുകയും 10,000 ചില്ലറ സൈന്യത്തെ എടുത്തോണ്ടേ അബൂ സുഫിയാന്റെ നേതൃത്വത്തില് ആ ശത്രുമാറ് മദീനത്തെ ಎಂಟರಾവുക പണ്ടാർ. അങ്ങനെ ಎಂಟರಾವು ಬರುമ്പತ್ತಗೂ ആ മദീനത്തെ ബോർഡർ ആ ബോർഡർ എത്തിയിട്ട് അങ്ങ് പാസ്സാവുന്ന സന്ദർഭത്തില് അങ്ങ് കാണ്ടതായെന്ದ್ರೆ വലിയൊരു ഗുലിയായിട്ടിരിക്കുക അങ്ങ് പ്രതീക്ഷിക്കാത്തത് അങ്ങ് ഹോപ്പേ ഇല്ല ಅಂತ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കല് ചൊല്ലത്. കാരണം അറബിറങ്ക് ഗുലിയെടുത്തിട്ട് ഇങ്ങനെ ഡിഫെൻഡ് ആക്കിയവരു ಎಂದ್ರೆ സംഭവം അങ്ങ് അതൊരു പരിചയം ഇല്ലാത്ത വിഷയം. അങ്ങ് ഷോക്കായാൽ ഇതെന്തൊരു ഭാവമാണ്, ഇതെന്തൊരു അവസ്ഥ, ഇതെന്തൊരാക്കി വെച്ചിരി. അങ്ങനെ അങ്ങെന്തായാൽ ആയെങ്കും ആ ഗുലി കടന്ന് ബറുകയിട്ട് പ്രയത്ന ആക്കിയാർ ഭയങ്കര ಅದಕ್ಕುಲ್ಲೇ ಪ್ರಯತ್ನ ಅಲ್ಲ അങ്ങോട്ടിയായിട്ട് മാത്ര ഇപ്പുറത്ത് സഹാബിരങ്ങ ബില്ലുബാൻ പിടിച്ചിട്ടുണ്ടങ്ങ അങ്ങ് ബില്ലുബാൻ അടിച്ചിട്ട് അങ്ങനെ ഓടുപാട്ടിയാർ. അങ്ങനെ ഏത് രൂപത്തിൽ അങ്ങ് കടക്കുക പടത്തോമ്പത്തും അങ്ങ് എന്താ ഇല്ല ശത്രുമാർക്ക് കടന്നു പറകു സാധ്യമായിട്ടുള്ളത് ടിക്കറ് നമുക്ക് മനസ്സിലാക്കുക സാധ്യം. അങ്ങനെ പിന്നെന്താക്കി ഇറങ്ങ ആ ഗുലിര അപ്പുറത്തില് മദീനത്തെ ബോർഡറിൽ അവിടെ ടെന്റ് ഇട്ട് തെച്ചാർ. എന്ത് എപ്പോഴും ഓർക്ക അങ്ങനെ കണ്ണു തപ്പിയപ്പ, അതായത് മുസ്ലിമീങ്ങളെ കണ്ണു തപ്പയപ്പ അല്ലെങ്കിൽ മുസ്ലിമീങ്ങ അശ്രദ്ധലാവുന്ന സന്ദർഭത്തില് ഈ ഗുലി കടന്നിട്ട് അപ്പുറത്തേക്ക് പാസ്സാവുന്ന ചൊല്ലിയ ആ ഒരു രൂപത്തില് അങ്ങെന്താക്കിയാർ അവിടെ ടെന്റ് കെട്ടി തെച്ചാർ. അങ്ങനെ ഇതെല്ലാം അബൂ സുഫിയാൻക്ക് ഷോക്ക് ആയിട്ട്. അതേപോലെ അബൂ സുഫിയാൻ ആ സൈന്യത്തെ ലീഡർ ആയിട്ടിക്കറ്. അപ്പൊ അബൂ സുഫിയാൻ എന്താക്കിയ ഒരു തന്ത്രാക്കിയ ഹുയൈ ഇബ്നു അഖ്തബറെ വിളിച്ച ബനൂ നളീർ ഗോത്രത്തെ ലീഡർ ആയിട്ടുള്ളേ ഹുയൈ ഇബ്നു അഖ്തബറെ വിളിച്ചിട്ട് അബൂ സുഫിയാൻ ചൊന്ന നിങ്ങളെ യഹൂദി ഗോത്രത്തെ ഒരു ഭാഗ ആൾമാർ ബനൂ കുറയിലിറങ്ങ അങ്ങ് മദീനത്ത് ഉൾഗുള്ളാർ അങ്ങ് മനസ്സാക്കിയാറുണ്ടായെങ്കിൽ നമുക്കിപ്പോ മുസ്ലിമീങ്ങളെ എന്താക്കാം എങ്ങനാക്കിട്ടെങ്കും അങ്ങനെ സോപ്പാട്ട മുസ്ലിമീങ്ങളെ നാശാക്ക. അപ്പൊ ബനൂ കുറയിലിറങ്ങല് യുദ്ധത്തിക്ക് ബറും പോലെ നീ ആക്കും. ഹുയൈ ഇബ്നു അഖ്തബറൊട്ടിಗೆ അബൂ സുഫിയാൻ ചൊന്നു ബനൂ കുറയിലുമായിട്ട് നിനക്ക് നല്ല ബന്ധുണ്ടല്ലേ, അപ്പൊ നീ എന്താക്കണം അവിടേക്ക് പോയിട്ട് ബനൂ കുറയിലിറങ്ങും ഈ യുദ്ധത്തിക്ക് പാർട്ടിസിപ്പേറ്റ് ആക്കുന്ന പോലെ നീ അങ്ങനെ എൻകറേജ് ആക്കണു അങ്ക് നീ പ്രേരണ കൊടുക്കണു ചൊന്തു ഹുയൈ ഇബ്നു അഖ്തബറൊട്ടിಗೆ അബൂ സുഫിയാൻ അവിടെ വെച്ച് ചൊല്ലു. അങ്ങനെ ഹുയൈ ഇബ്നു അഖ്തബ് ആർക്കും ഗൊന്താവാത്ത രൂപത്തില് പാദർജാവു മെല്ലെ മുസ്ലിമീങ്ങളെ കണ്ണു തപ്പാട്ടിട്ട് ബനൂ നളീർ ഗോത്രത്തങ്ങ മദീനത്തിൽ ഇണ്ടങ്ങ അപ്പൊ അങ്ക് അದ್ರ തെരു അದ್ರ ಜಾಗೆಲ್ಲ ಬಿಡುಂಡಿ അങ്ങനെ പോണു ഏത് രൂപത്തിൽ പോണുണ്ടല്ല അങ്ക് ಬಿಡುം. അങ്ങനെ ഹുയൈ ഇബ്നു അഖ്തബ് മുസ്ലിമീങ്ങളെ കണ്ണു തപ്പാട്ടിട്ട് എങ്ങനെല്ലാക്കിട്ട് മദീനത്ത് ഉൾഗ നൂണ്ടിട്ടു ബനൂ കുറയിലറെ കോട്ടരോടെ കൊണ്ട ബനൂ കുറയില ആ അങ്ങനെ കോട്ടത്തെ ആ ഒരു ജാഗില് അങ്ങ് പോണ്ട അവൻ പോയിട്ട് ബായിൽ കൊട്ട ആ കോട്ടയുടെ ബായിൽ കൊട്ടറ. അങ്ങനെ ബായിൽ കൊട്ടിയപ്പോ 6 ഗಂಟೆ കേട്ടപ്പോ ഉൾഗത്തിൽ 6 ಗಂಟೆ കേട്ടപ്പോ ഹുയൈ ഇബ്നു അഖ്തബ് ചൊല്ലി ഹുയൈ ഇബ്നു അഖ്തബ് ಟಿಕ್ಕರ್ ಬಂದ್ರಿ. ಅಪ್ಪ ಬನೂ ಕುರೈಲ ಗೋತ್ರത്തെ ಲೀಡರ್ ಆಯ್ತಿನ್ನೆ കാബ് ഇബ്നു അസദ് അവൻക്ക് ഇവിടെ എത്തു ഈ ഹുയൈ ഇബ്നു അഖ്തബ് ബന്ധിരെന്ത് ഞങ്ങളെ യുദ്ധത്തിക്ക് പാർട്ടിസിപ്പേറ്റ് ആക്കുവാട്ട് ചൊല്ലുക ടിക്കറ്. അങ്ങനെ ഹുയൈ ഇബ്നു അഖ്തബ് എത്ര ബായിൽ കൊട്ടിട്ടും അവൻ തുറന്നില്ല, കാബ് ഇബ്നു അസദ് തുറന്നില്ല. കാരണം ബനൂ കുറയിലറക്ക് മനസ്സില്ല ಅಂತ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ എതിർ യുദ്ധാക്കുക അല്ലെങ്കിൽ നബിരൊട്ടിಗೆ കരാറെ ലംഘിക്കുക ബനൂ കുറയിലറക്ക് ഫസ്റ്റ് മനസ്സില്ല ಅಂತ. അങ്ങനെ സബ് എന്തായാലും ബായ തുറന്നില്ല. അപ്പൊ ഹുയൈ ഇബ്നു അഖ്തബ് ചൊല്ലുற ലാസ്റ്റ് ഒരു ഐഡിയ ಎಂದ್ರೆ ಅವನು ഒരു ഇതുപോലെ ആക്കി പൽക്കാർ നീനിപ്പോ ബായിൽ തുറക്കില്ല എന്താ ചൊന്നെ നീനക്ക് നാനിപ്പോ ഉൾഗ വന്നേ നക്കും നീ ഫുഡ് തറന്നോക അവിടെ ഉണ്ടല്ലേ വിചാരിച്ചിട്ടല്ലേ നീ ബായിൽ തുറക്കില്ല. അപ്പൊ നിന്റെ ഒരു ഫുഡ് നക്ക് തറകാവാത്ത ഒരു അതിഥിയായിട്ട് ಬಂದ್ರೆ അതായെങ്കിൽ നിക്ക് സ്വീകരിക്കുക തീരെ ചൊന്തു അവൻ എന്താക്കിയ കേട്ട. അപ്പൊ ഇത് കേട്ടിട്ടാകുമ്പോ അവന്റെ അഭിമാനത്തിക്ക് കാബ് ഇബ്നു അസദിന്റെ അഭിമാനത്തിക്ക് ഒരു കീലായ പോലെ ഇತ್ತು. അങ്ങനെ ഇത്തിക്കറ് കാബ് ഇബ്നു അസദ് ലാസ്റ്റ് അർസത്തിൽ ബായിൽ തുറക്കണം. അങ്ങനെ ബായിൽ തുറന്നിട്ട് ഹുയൈ ഇബ്നു അഖ്തബ് ഉൽഗ ಬಂತ പിന്നെ ആവുറത്ര രീതിയിൽ കാബ് ഇബ്നു അസദിനെ പ്രേരണാക്കിയ നിങ്ങൾ ബറു യുദ്ധത്തിൽ ഞങ്ങളൊട്ടിಗೆ നിങ്ങൾ നിക്കൊരു നിങ്ങൾ ഞങ്ങളൊട്ടിಗೆ നിന്നെങ്കിൽ ഇന്നിന്ന ലാഭുണ്ടു ഇന്നിന്ന ലാഭം നിങ്ങൾക്ക് കിട്ടു ഇന്നിന്ന ബെനിഫിറ്റ് കിട്ടുന്നുണ്ടല്ല ചൊന്നപ്പ എന്തായെങ്കും കാബ് ഇബ്നു അസദ് എന്താക്കില്ല യുദ്ധത്തിക്ക് വേണ്ടിട്ട് റെഡിയായില്ല. കാബ് ഇബ്നു അസദ് ചൊന്നെಂದ್ರೆ കാബ് ഇബ്നു അസദ് ഹുയൈ ഇബ്നു അഖ്തബിനോട് ചൊല്ലെ നിന്റെ അവസ്ഥ എന്താ ചൊന്നെങ്കിൽ മലില്ലാത്ത ഒരു കാർ മോടത്തെ പോലെ നിന്റെ പൽക്കല്ല അത് വെറും വേസ്റ്റ് ആയിത്തിക്ക്. മാത്രല്ല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊരു വാഗ്ദാനം ആക്കിറ ആ വാഗ്ദാന പാലനാക്കിറാള്. അതേപോലെ ഞങ്ങളെ രൂപത്തിൽ ഞങ്ങൾക്ക് എല്ലാ ബെനിഫിറ്റും തണ്ടാള്.
അങ്ങനെ പോലെ നിന്റെ പൽക്കத்துக்கு நாங்க மக்னாவில்ல நீ போகுடுற சொந்த എന്താക്കറ കാബ് ഇബ്നു അസദ് ചൊല്ற ആയെങ്കും ഉയൈ ഇബ്നു അഖ്തബ് വിടില്ല. ഉയൈ ഇബ്നു അഖ്തബ് ആയത്തര ರೀತಿയിൽ ಟ್ರೈ ಆಕ್ರ. ಲಾಸ್ಟ್ ಉಯೈ ಇಬ್ನು ಅಖ್ತಬ್ ಚೊಲ್ರ ನಂಗ ಮಾತ್ರ ಅಲ್ಲ ಯುದ್ಧತ್ತುಗುಲ್ಲೇ ಕುರೈಶಿ ಗೋತ್ರ ಉಂಡು, ಗತ್ಫಾನ್ ಗೋತ್ರ ಉಂಡು, ಗತ್ಫಾನ್ ಗೋತ್ರത്തെ ഒപ്പ ഗോത്ര ആത്തങ്ങുള്ളാറ് എല്ലാ ആൾമാർ 10,000 ആൾമാർ ಐತಿಕ್ರ അവിടെ ಪರ್ತುಲ್ಲಿ. അപ്പൊ നിങ്ങളെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടായെങ്കിൽ നങ്ക ಐತಿಕ್ರ ಅದರ ಬೆನಿಫಿಟ್ ഉള്ളേ. ആ മുഹമ്മദിനും അതേപോലെ മുഹമ്മദിന്റെ അനുയായിമാരെ ഞങ്ങൾ ഇല്ലാണ്ടാക്കി നാശാക്കിയിട്ടായെങ്കിൽ ഈ മദീനത്തിക്ക് ഞങ്ങൾക്ക് നല്ല ഒരു രീതിയിൽ ജീവിക്കുക സാധ്യ ಅವರು ചൊന്തു. അങ്ങനെയുള്ള പൽക്ക ചൊന്നപ്പ ആ ഒരു അവസ്ഥയിൽ കാബ് ഇബ്നു അസദ് എന്തായ അവന്റെ മനസ്സ് ചേഞ്ച് ചെയ്തു. അങ്ങനെ ആ മനസ്സ് ചേഞ്ച് ആയതോട് കൂടിയിട്ട് കാബ് ഇബ്നു അസദ് എന്താക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തതായ ആ ഒരു കരാറെ അവിടേക്ക് അവൻ ലംഘിക്കുക. ഓക്കെ ചൊല്ற ഓക്കെ ഞങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ആക്കുക, ഞങ്ങൾ നിങ്ങളൊട്ടിಗೆ ഉള്ള ചൊന്തു കാബ് ഇബ്നു അസദ് ചൊല്ற. അങ്ങനെ ബനു ഖുറൈലത്തങ്ങ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊട്ടിಗೆ കൊടുത്ത കരാറെ അവിടെ വെച്ചിട്ട് അങ്ങ് ലംഘിക്കരുത്. മാത്രമല്ല ഉയൈ ഇബ്നു അഖ്തബ് പിന്നെ ആ കരാർ പത്ര കേൾക്കുക. കാബ് ഇബ്നു അസദ് ആ കരാറെ പത്ര നിക്കൊമ്പ. അങ്ങനെ കാബ് ഇബ്നു അസദ് ആ കരാറെ പത്ര കൊടുത്തപ്പ ഉയൈ ഇബ്നു അഖ്തബ് അതിനെ പിടിച്ചിട്ട് വലിച്ചെറിഞ്ഞ, അതിനെ പിടിച്ചിട്ട് പറിച്ചിട്ട് വലിച്ചെറിഞ്ഞു. ഇനി നിങ്ങളൊട്ടിಗೆ നിങ്ങൾക്കും മുസ്ലിമിಗೆ ഒരു കരാറുമില്ല, നിങ്ങളുടെ നാട്ടിൽ ഒരു കരാറുമില്ല, എല്ലാ രീതിയിലും ഞങ്ങളൊട്ടിಗೆ നിങ്ങൾ സപ്പോർട്ട് ആക്കുന്നു ചൊന്തു ഉയൈ ഇബ്നു അഖ്തബ് എന്താക്കിയ ആ കാബ് ഇബ്നു അസദരോട് ചൊന്തു അവിടെ പിന്നെ പോണു. അങ്ങനെ ഇതേ ടിക്കറ് ബനു ഖുറൈലറങ്ങ അവിടെ ആ ഒരു നിർണായകമായ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിറങ്ങ അവിടെ ആ ബോർഡർ മാത്രം ഞങ്ങ സംരക്ഷിച്ചെങ്കിൽ മയോണ്ട് ബിയർച്ചിന്നാർ മാത്രമ ഇങ്ങനെ ഈ കരാർ ലംഘന ഒർക്കും മുസ്ലിം ഇങ്ങ പ്രതീക്ഷിച്ചിട്ടില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തിലെ പെനിങ്ങലും അതേപോലെ മക്കലെ ഫാരി ചൊല്ற ഒരു ക്വാർട്ടർ ഉൾക എന്താക്കി തിന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടിയം പോയിട്ട് അവിടെ തെപ്പാട്ടി തിന്ത്. മദീനത്തിലുള്ള മുസ്ലിമീങ്ങളെ പെനികളും അതേപോലെ മക്കളെല്ലാം അവിടെ സുരക്ഷിതമായിട്ട് എന്താക്കി തിന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തുപാട്ടി തിന്ത്. എവിടും ആ ശത്രുമാർ ബന്ത് ആ മദീനത്തെ ഉൾഗ ബന്ത് പെനിങ്ങളും മക്കളെല്ലാം കൊല്ലുറ വേണ്ട ചൊന്തുള്ള ആ ഒരു രൂപത്തിൽ ഫസ്റ്റിಗೆ മുൻജാഗ്രത എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാരി ചൊല്ற അവിടെ മുട്ടത്തിൽ നിന്ന് ഒരു കോട്ടല് അങ്ങനെ അവിടെ സ്റ്റേ ആക്കി തിന്തു. അപ്പൊ അവിടെ എന്തുണ്ട് അവിടെ കൊറിയ സംഭവം നടക്കരുത്. ഈ ബനു ഖുറൈലറെ കൊറിയ ആൾമാർ ആ ക്വാർട്ടർ മുട്ട പോണ്ടാറ് മുസ്ലിമീങ്ങളെ അവസ്ഥ എന്തിനെ ചൊന്ത് അറിയോഗു അവിടെ എന്തിനായുണ്ട് ചൊന്ത് നോക്കുകയായിട്ട് ബനു ഖുറൈലറെ കൊറിയ ആൾമാർ ജാവുകു അഞ്ഞു പോണ്ടാറ്. ആ അഞ്ഞു പോണ്ടത് അതില് ആ ഒരാളിലെ ബനു ഖുറൈലറെ പെട്ട് ഒരാളിലെ സഫിയ ബിൻ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാമി അയ്മ നോക്കുರು പർത്തിലിങ്ങനെ നോക്കിയപ്പ ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചൊല്ലുറു ഇതാ ഒരാള് പർത്തിലിങ്ങനെ ജണ്ടാൽമാർ ഇങ്ങനെ ചുറ്റി ഉള്ളാർ നാ നോക്കിയ നിങ്ങൾ പോയിട്ട് അങ്ങോട്ടിಗೆ ഫൈറ്റ് ആക്കും യുദ്ധ ആക്കും. അപ്പൊ ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നക്കർക്ക് താക്കത്തില്ല. കാരണം ഹസാൻ ഇബ്നു സാബിത്തിന്റെ തടി ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ന്. കാരണം ഹസാൻ ഇബ്നു സാബിത്ത് യുദ്ധത്തിലൊന്നും പാർട്ടിസിപ്പേറ്റ് ആക്കാത്ത അയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവി മാത്രം ആയിത്തിന്ന്, നബിരെ കവി ആയിത്തിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരായിട്ട് ആരെങ്കിലും ശത്രുമാർ കവിത പാടിയിട്ടായെങ്കിൽ ಅದಕ್ಕೆ ತಕ್ಕಂತದಾಯ ಉತ್ತರ ಅಯಾൾ ಕವಿತೆ ರೂಪത്തിൽ ചൊന്നു ಇಂತ അങ്ങനത്തെ ഒരു ഡിഫൻഡ് ആരൊക്കെ ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആക്കി മാത്ര തടി കൊണ്ടിട്ട് യുദ്ധാക്കുക അയാൾ കൊണ്ട് സാധ്യല്ല. അപ്പൊ ಅದಕ್ಕೆ ഇത്തിക്ക് ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചൊല്றേ നക്ക് താക്കത്തില്ല ಅದಕ್ಕೆ. അപ്പൊ സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ് അയ്മ ധൈര്യ കാട്ടിട്ട് ആ സന്ദർഭത്തിൽ ആ ശത്രുടെ പോയിട്ട് ചിമ്മൽ വെച്ചിട്ട് കൊല്ലുറുതു നമുക്ക് ചരിത്രത്തിൽ കാണും. അത്ര മാത്ര ഒരു മഹത്തായ ഒരു ധൈര്യശാലിയായിട്ടുള്ള ഒരു പെണിങ്ങായിട്ട് സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ്. അപ്പൊ ഈ ഒരാള് ശത്രുടെ കൊന്നത് നോക്കിയിട്ട് ബാക്കി എന്താക്കിയാർ അവിടെ ഓടിയ പോയാർ. അത് ആരും കൊന്നിരണ്ട് പിടിയിട്ടില്ല. അങ്ങനെ വിചാരിച്ചത് എന്തിരെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബെർദെഗും ആൾമാർ ഉൾഗനിപ്പാട്ടിൽ ഇവിടെ ചുമ കാവൽമാരെല്ലാം ഉള്ളാറും ചൊന്ത് നിർച്ചിട്ട് അങ്ങനെ എന്താക്കിയാർ അവിടെ ഓടിയാർ. അങ്ങനെ ഇത്തിക്ക് അവിടെ സംഭവം നമുക്ക് കാണ്ടി. ഏതായെങ്കിലും ബനു ഖുറൈലറങ്ങ കരാറ് ലംഘിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുസ്ലിമീങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നു. അതോടുകൂടിയിട്ട് കരാറങ്ങ ലംഘിച്ചിറാറ് ചൊന്തു നബിക്കും സഹാബിരങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കരുത് സഹാബിരങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് കേൾക്കരുത്. ബനു ഖുറൈലറെ കോട്ടത്തേക്ക് പോയിട്ട് അവിടെ എന്തിനായുണ്ടുണ്ടു അങ്ങനെ വിഷയം എന്തിരെ അങ്ങ കരാർ ലംഘിച്ചിറാറ ഇല്ലേ ചൊല്ലറ വിഷയ അറിയോഗു നിങ്ങളെ കൂട്ടത്തിൽ ആറ് പോണ്ടാറ് ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിരങ്ങളോട്ട് കേൾക്കും. അപ്പൊ ആ സന്ദർഭത്തിൽ സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു അൻഹു അശറത്തുൽ മുബശ്ശിറൂന ബിൽ ജന്ന സ്വർഗ്ഗം കൊണ്ട് സുവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാരിൽ പെട്ട് ഒരു സഹാബി ടിക്കർ സുബൈർ ഇബ്നുൽ അവാം. ഇയാൾ ആരെങ്കിലും
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മോളും ഫസ്റ്റ് മോൾ അസ്മ അല്ലെ ആയിഷ റളിയല്ലാഹുവിന്റെ സഹോദരി മയിലെ തിക്രാർ ഇയാളെ സുബൈർ ഇബ്നുൽ അവാം. ഇങ്ക് ജനിച്ച മോണെ തിക്രാർ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ. അപ്പൊ ഏതായെങ്കിലും സുബൈർ ഇബ്നു അവാം റളിയല്ലാഹു അൻഹു ചൊല്ലു, നാ പോണ്ടേ നബിയെ, നക്കതുക്ക് തരും, നാ പോയിട്ട് നോക്കി ബണ്ടേ. രണ്ടാമത്തെ വട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആക്ക്, നിങ്ങളുടെ കൂട്ടത്തിൽ ആറുള്ളാറ് അവിടെ പോയിട്ട് അറിഞ്ഞു പറു. രണ്ടാമത്തെ വട്ടം ഈ സുബൈർ ഇബ്നു അവാം റളിയല്ലാഹു അൻഹു ചൊല്ലു, നാ പോണ്ടേ നബി. മൂന്നാമത്തെ വട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആക്കിയപ്പ സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു അൻഹു ചൊല്ലു, നാ പോണ്ടേ നബി. அப்ப இதுக்கு நபி ஸல்லல்லாஹு அலைஹி வஸல்லம் ஒரு பல்க சொல்றி சுபைர் இப்னு அவாம் ரலியல்லாஹு அன்ஹு விஷயத்துல நபி ஒரு பல்க சொல்ற ಅಂದ್ರೆ இன்ன லிகுல்லி நபியின் ஹவாரியின் வஹவாரி அஸ்ஸுபைர் இப்னுல் அவாம். ಖಂಡಿತವಾയിട്ടും എല്ലാ നബിമാർക്കും ഹവാരിമാരിന്നാർ. ഹവാരിമാർ ചൊന്നെങ്കിൽ നബിമാരെ സഹായാക്കറ, നബിമാരൊട്ടിಗೆ നല്ല ಅಂದ್ರೆ ಗಟ್ಟಿ ನಿಂಡಿಟ್ಟು ಸಹಾಯಾಕರ ಅಲೆ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കേട്ടിട്ടല്ലേ ഹവാരിമാരുടെ قال من انصاري الى الله قال الحواريون നഹ്നു അൻസാറുല്ലാഹ്. ഈസാ നബി കേട്ട അതേറ്റിക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ നന്റെ സഹായക്കറാറില്ല. അപ്പൊ ഹവാരിമാർ എന്ത് നിന്നിട്ട് ഈസാ നബിയോട് ചൊന്നാറും, ഞങ്ങൾ നിങ്ങളെ സഹായാക്കി. അപ്പൊ അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബൈർ ഇബ്നു അവാം റളിയല്ലാഹു അൻഹു വിഷയത്തിൽ ചൊല്ലേ, എല്ലാ നബിമാർക്കും ഹവാരിമാരിന്നാർ. വഹവാരി നന്റെ ഹവാരി അത് സുബൈർ ഇബ്നു അവാം ಐತಿಕ್ರು. അത് സുബൈർ റളിയല്ലാഹു അൻഹു കിട്ടിയ വലിയ ഒരു ಅಂದ್ರೆ ಮಹತ್ತ ಐತಿಕ್ರು ചൊല്ലത് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യം. അപ്പൊ അതിനർത്ഥം എന്താ, ബാക്കി നിങ്ങൾ പേടിച്ചിരാറുണ്ടാ അല്ല, ബാക്കിന്റെ സാബിൽ അങ്ങ് പേടിച്ചിട്ടും കൊണ്ട് തെച്ചിരല്ല. അങ്ങ് അള്ളാഹുടെ മാർഗത്തിൽ മരിക്കവും റെഡിയുള്ള അങ്ങ്. പിന്നെ അങ്ങ് നെഞ്ചിട്ടില്ല ചൊന്നെങ്കിൽ ഇത് സക്സസ് ആവുറ ഇല്ല ഒരു ഇത് അത് പോയിട്ട് തിരിച്ച് ബണ്ടാറാ ചൊല്ലത് അങ്ങ് ഒരു ആശങ്ക ഇത്. അപ്പൊ ಅದಕ್ಕೆ മാത്രമേ ഇട്ടിക്കര് ആ ഒരു ആത്മധൈര്യം ആർക്ക് അത് സുബൈർ ഇബ്നു അവാം റളിയല്ലാഹു അൻഹു മാത്രമേ തിന്നെ. അതായത് അവിടെ പോയിട്ട് അങ്ങോട്ട് പോയിട്ട് എന്തും ആവാണ്ട് നല്ല തന്ത്രപരമായിട്ട് സാഹസികമായിട്ട് ഇപ്പറ പറഞ്ഞു ചൊല്ല ആ ഒരു ആത്മധൈര്യ അത് സുബൈർ ഇബ്നു അവാം റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇത്തിക്കರು സുബൈർ റളിയല്ലാഹു അൻഹു നാപ്പോണ്ടേ ചൊಂತು ಎಂಚಿನೆಂಡೆ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബൈർ ഇബ്നു അവാം റളിയല്ലാഹു അൻഹു ബനു ഖുറൈള കോട്ടത്തിക്ക് പോയിട്ട് അവിടെ വിഷയം അറിഞ്ഞു പറയിട്ട് കടത്തു. അങ്ങനെ സുബൈർ റളിയല്ലാഹു അൻഹു സുദ്ദില്ലാണ്ട് രഹസ്യമായിട്ട് അവിടെ നടന്നതായ വിഷയേന്ദ്രെ ചൊಂತು അറിയുകയിട്ട് പോയിട്ട് അതേപോലെ സാഹസികമായിട്ട് അവിടെ റിട്ടേൺ ಬಂತು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിಗೆ വിഷയ ചൊಂತು, അതേ നബിയെ അങ്ങനെ നിങ്ങളൊട്ടിಗೆ ആക്കിയ കരാറിനെ ലംഘിച്ചിട്ടുള്ളാറ്. അപ്പൊ വിഷയ നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടി. പിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത്തെ വട്ട റീച്ചക്കാക്കുകയിട്ട് 4 സഹാബികളെ കടത്തു ഒക്കായ വിഷയമാണ്. അങ്ങനെ അതിലാറുള്ള പോണ്ടേ ഒന്ന് 2 സാധുമാർ ഔസ് ഗോത്രത്തെയും ഖസ്റജ് ഗോത്രത്തെ ലീഡർമായിട്ടുള്ള 2 സാധുമാർ ആറല്ല, സാദ് ഇബ്നു മുആദ്, സാദ് ഇബ്നു ഉബാദ. അബി വഖാസ് അല്ല, സാദ് ഇബ്നു അബി വഖാസ് മുഹാജിർ ಐತಿಕ್ರು, മക്കത്തെ മദീനത്തേക്ക് വന്നെ സഹാബി ಐತಿಕ್ರು സാദ് ഇബ്നു അബി വഖാസ്. ഇതിന് അൻസാർമാർ ഔസ് ഗോത്രത്തെയും ഖസ്റജ് ഗോത്രത്തെ ലീഡർമായിട്ടുള്ള സാദ് ഇബ്നു മുആദ് അതേപോലെ സാദ് ഇബ്നു ഉബാദ. പിന്നൊന്നു ഖവാത്ത് ഇബ്നു ജുബൈറും അതേപോലെ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ്. ഇങ്ങനെ 4 സഹാബിമാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാപ്പസ് അവിടെ പോയിട്ട് അറിഞ്ഞു പറു ചൊಂತು അങ്ങനെ കടത്തു. അങ്ങനെ ഈ 4 സഹാബിർ അങ്ങ് പോണ്ടാറ്. അവിടെ പോയിട്ട് ബനു ഖുറൈളറെ ലീഡർ ആയിട്ടുള്ള കാബ് ഇബ്നു അസദറൊട്ടിಗೆ പൽക്ക ಬರ್றாರು. ഞങ്ങൾ നടുവിൽ ഉള്ള കരാറിന് നിങ്ങ അങ്ങനെ പാലനാക്കി വെച്ചിരാറല്ലേ ചൊന്നപ്പ കാബ് ഇബ്നു അസദ് ഏത് കരാർ എന്ത് കരാർ ഇങ്ങനെ ആക്കിയിട്ട് ഒരു ಗೊತ್ತಿല്ലാത്ത രൂപത്തിൽ ഒരു കരാറെ ഐത്തില്ല ചൊല്ല രൂപത്തിൽ അവൻ പൽക്ക പറഞ്ഞിട്ട് മാത്രല്ല അങ്ക് സമത്തിൽ ഗോജാക്കിട്ട് ಐತಿಕ್ರು അർസവന്ത ಐತಿಕ್ರು അവൻ എന്താക്കുക അങ്ങനെ പോണു ചൊല്ലു ഊട്ട നീങ്ങ പോറും. അങ്ങനെ ഈ 4 സഹാബിരങ്ങ റിട്ടേൺ അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി വന്ന് ചൊല്ലാറ്, നബി അങ്ങ് കരാർ ലംഘിച്ചാർ, ഞങ്ങളൊട്ടിಗೆ ആക്കിയ കരാറിനെ അങ്ങ് ലംഘിച്ചു വിട്ടാർ, ആ കരാറിനെ അങ്ങ് പാലനാക്കില്ല ചൊಂತು അങ്ങെന്താക്കിയാർ അവിടെ വെച്ച് ചൊന്നാർ. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് സമയത്ത് പേടിച്ചു പോയി. സഹാബിരങ്ങ മുസ്ലിമിങ്ങ പേടിച്ചു പോയാ. അങ്ങനെ എത്രത്തോളം പേടിച്ചാർ ചൊന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അത് എന്താക്കി വ്യക്തമാക്കി തന്നത്. ആ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഭയങ്കര പേടിയായിട്ട് അങ്ങനെ കൽബ് സമയത്ത് തൊണ്ടക്ക് പണ്ട രൂപത്തിൽ അത്രത്തോളം അങ്ങ് പേടിച്ചു പോയാ. അങ്ങ് ബെർക്കൽ ബെർനാറിന്റെ ಐತಿಕ್ರು അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അഹ്സാബിലെ 10 പോണുന്ന ആയത്തില് നമുക്ക് പഠിപ്പാട്ട് അല്ലാഹു ചൊല്ലു നോക്കൂ. അങ്ങനെ വിഷയത്തിൽ ആ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങായ അവസ്ഥ എന്ದ್ರೆ ഇത് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫലി മിൻകും, ശത്രുമാർ നിങ്ങളെ മേലിലും നിങ്ങളെ അടിരഭാഗത്തിലും ബന്ന സന്ദർഭം നിങ്ങൾ ഓർക്കൊരു ചൊಂತು അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലു. അല്ലെ മുസ്ലിമീങ്ങളെ അതായത് മദീനത്തെ എതിർಲು അവിടെ ശത്രുമാർ ഉൽഗബറവ് ട്രൈ ആക്കിയുള്ള പാട് ഇവിടെ പെറോളു ബനു ഖുറൈളറങ്ങ
അങ്ങ് കരാറിലെങ്കിട്ടിട്ടുള്ള അങ്ങ് എപ്പ ഞങ്ങളെ അറ്റാക്ക് ആക്കൂ ബണ്ടാറിട്ട് ഒരു പേടി. അപ്പൊ എതിർലും പെറുളും മേലും അതേപോലെ അടിലും ശത്രുമാർ വന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഓർക്കുറച്ചു ಅಂತ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലും. വഇദ് സാഗത്തിൽ അബ്സാറു, നിങ്ങളെ കണ്ണ് നിങ്ങളെ നോട്ട തപ്പിപ്പോയ സന്ദർഭ. വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിറ, നിങ്ങളെ ഖൽബ് തൊണ്ടരോടേക്ക് വന്ന സന്ദർഭ. വതദുന്നൂന ബില്ലാഹി ദുനൂന, അല്ലാഹുവിന്റെ വിഷയത്തിൽ നിങ്ങൾ എന്ത്രമാ വിയർച്ചു പോയ സന്ദർഭ. ചില മുഅ്മിനുമാർ എന്തവാ അല്ലാഹു സഹായം ബന്ദില്ലമാ, അള്ളാഹു ഞങ്ങളെ നാശാക്കുകയിട്ട് വിയർച്ചമാ ചൊന്തു അങ്ങനെ വിയർക്കുകയിട്ട് അത്രത്തോളം അങ്ങ് പേടിച്ചു പോയാറുണ്ട് ഇതിക്ക് അള്ളാഹു ചൊല്ലുന്നത്. ഹുനാലിക്കു ബുത്തിലിയൽ മുഅ്മിനീന, മുഅ്മിനുമാർക്ക് ആ സന്ദർഭത്തിൽ ഭയങ്കര മേലെ പരീക്ഷനായി പോയിട്ട് വസുൽസിലു സിൽസാദൻ ശദീദ, അങ്ങ് ബെർന്നു പോയാർ, ഭയങ്കര ഒരു ബെർക്കൽ ബെർന്നു പോയാറ് ചൊന്തു അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിലെ 10 പോകുന്ന ആയത്തില് അവിടെ വിശദീകരിക്കുന്നത് കാണാം. ഭയങ്കര വലിയ പരീക്ഷനായി പോയി, ഭയങ്കര വലിയ പേടിച്ചു പോയാ എന്തിറാക്കുക కొంచెం പെണിങ്ങ മക്കല്ല ಅಂಕ್ ಎವಡುಲ್ಲೆ ಅಂತ ಬಿಡಿ ಉಂಡು, ಬನು ಕುರೆಯಲ್ಲರ ಅಂಕ್ ಎವಡುಲ್ಲೆ ಅಂತ ಅಂಕ್ ಬಿಡಿ ಉಂಡು. ಅವ പെണ്ണുങ്ങളും മക്കളും നിൽക്കരമ അവിടേക്ക് പോണ്ടേമാ അല്ല ഇങ്ങനെ തടയുക ഞങ്ങൾ ഊടെ നിൽക്കരമാ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേറ്റിക്കർ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേറ്റിക്കർ മുസ്ലിമീങ്ങ ആ ഒരു സന്ദർഭത്തില് പൂനെ നോക്കൊരു യഹൂദിമാരുടെ ആ ഒരു അവസ്ഥ നോക്കൂ. ഈ നിർണായകമായ ഈ സന്ദർഭത്തിൽ ഒട്ടിಗೆ നിക്കണായങ്ങ സപ്പോർട്ടായിട്ട് നിക്കണായങ്ങ ആ സന്ദർഭത്തിൽ പെരോജാരതേറ്റിക്കർക്കാണ്ട് മുസ്ലിമീങ്ങಗೆ ആക്കണായ ഹെൽപ്പറെ ಬಿಟ್ಟುಟು ശത്രുമാർക്ക് ഹെൽപ്പ് ആക്കുക റെഡിയാവുന്ന ഒരു അവസ്ഥയെ ടിക്കറ് അങ്ങളിൽ നിന്ന് കണ്ടേ ചൊല്ലതേ ടിക്കറ് നമുക്ക് ആ ചരിത്രത്തിൽ കാണാൻ സാധ്യം. അതിൽ പിന്നെ കോട്ടലുള്ളി, അതായത് മുസ്ലിമീങ്ങ പെനിങ്ങ അതേപോലെ മക്ക ನಾನು പഠിച്ചൊന്ന പോലെ ഫാറി ചൊല്ലற ആ കോട്ടൽ പെനിങ്ങ പാതി പാതിയാക്കിയിട്ട് ഉറങ്ങി വീണാർ. അതായത് കൊറിയ ടൈം ഞങ്ങൾ ഉറങ്ങുற കൊറിയ ടൈം നിങ്ങൾ ഉറങ്ങുற ചൊന്നെങ്കിൽ എല്ലാവരും ഉറങ്ങി എവിടെയും ബനു കുറയിലറങ്ങ ಬಂದು ಅಟ್ಯಾಕ್ ಹಾಕ್ರ ಚೊಳ್ಳೆ പേടി അങ്ങനെ മനസ്സിൽ ಬಂತು. അങ്ങനെ പാതി പാതിയാക്കിയിട്ട് അങ്ങ് പിന്നെ എന്താക്കിയാറ് ഉറങ്ങുക സ്റ്റാർട്ട് ആക്കിയാറ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ട് ഊടനിന്റെ ഈ ശത്രുമാരുടെ മെയിൻ ശത്രുമാരുടെ അറ്റാക്ക് ആക്കുകൊണ്ടിന്റെ 500 സഹാബിരങ്ങളെ അവിടെ കടത്തರು. എവിടേക്ക് ബനു കുറയിലറെ കോട്ടരെ അവിടെ ഡിഫെൻഡ് ആക്കും. അങ്ങനെ ഇവിടെ ബന്ദ്രണ്ട ചൊന്തുള്ള രൂപത്തിൽ 500 മുട്ട സഹാബിരങ്ങളെ അവിടെ കടത്തರು. കൊറിയ സഹാബിരങ്ങൾ കൂടെ നിപ്പാട്ട്. ഇങ്ങനെയുള്ള ഇട്ട് ഭാരി ഒരു കഷ്ടത്തെ ഭാരി ഒരു ത്യാഗത്തെ ഒരു അവസ്ഥയിലെത്തിക്കറ് അങ്ങ മുന്നോട്ട് പോയിട്ടുണ്ട്. അതല്ലാണ്ട് ചലി ഭയങ്കര ചലിമായി ഉണ്ടുണ്ടു. ആ ചലിയിൽ കൊറിയ സഹാബിരങ്ങൾ ചൊല്ലിದ್ರೆ ഞങ്ങൾ നിന്നിട്ട് ലാസ്റ്റ് ചലിച്ചിട്ട് ബെറന്നിട്ട് ടെൻട്രൂൽಗೆ പോയിട്ട് കൊറിയ തെല്ലാറ് നിന്നിട്ട് വെച്ചാക്കിട്ട് തടി വെച്ചാക്കിട്ട് പാടെ വാപ്പസ് ಬಂತು ഞങ്ങൾ നിക്കറ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇന്നാ ചൊന്ത തിക്കറ് സഹാബിരങ്ങൾ ചൊല്ലുന്നത്. അപ്പൊ അങ്ങനത്തെ ത്യാഗ ഇട്ടിട്ട് ആ ഹന്തക് യുദ്ധത്തിൽ സഹാബിരങ്ങ ആക്കിയ ചൊല്ലി ഞങ്ങൾ മനസ്സിലാക്കും. മാത്രം ഈ സന്ദർഭത്തിൽ മുനാഫിക്കറങ്ങ് എന്താക്കിയാർ അങ്ങ് പെറുജാരിയാർ. മുനാഫിക്കറങ്ങും മുസ്ലിമീങ്ങ സപ്പോർട്ട് ഇല്ലാണ്ട് മെല്ലെ യുദ്ധത്തിൽ നിന്ന് പെറുജാരി ഉണ്ടെ പോയാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട വന്നാറ് നബിരൊട്ടിಗೆ ചൊന്നാറ്, നബിയെ ഞങ്ങളെ വിടൂർ, ഞങ്ങൾ ഔത്തുಲು ആറുമില്ല, ഞങ്ങളെ പെണിങ്ങ അവിടെ കാവൽക്കാരില്ല ಅಂತ ഉള്ളി. അപ്പൊ ഞങ്ങൾക്ക് അവിടെ പേടിയായിട്ടുണ്ട്, ഞങ്ങൾ ഔത്തുకు പോണ്ട ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ರೊಟ್ಟಿಗೆ ಮುನಾಫಿಕಮಾರು ಬಂತು ಪರ್ಮಿಷನ್ ಕೇಟು ಇನ್ನಾರು. ಆರೆಲ್ಲ ಪರ್ಮಿಷನ್ ಕೇಟ್ರಾರ ಅಂಕಲ್ಲ ರಸೂಲು ನಿರ್ಬಂಧಿಕಾಂಟೆ ಫೋರ್ಸ್ ಹಾಕಂಟೆ ಪೋರುಂಟೆ ಚೊಂದು ಇನ್ನು ನಿಂಗ ಪೋರುಂಟೆ ತಿಕ್ಕರ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനൊട്ടിಗೆ എല്ലാരൊട്ടിക്കും ചൊന്നു ഇന്ന്. അങ്ങനെ ഇങ്ങനത്തെ നിർണായകമായ ഘട്ടത്തില് മുനാഫിക്കുമാറും പെറുജാരിയാറ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേറ്റിക്കറ് ആ സന്ദർഭത്തിൽ ഉണ്ടായി. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തുൽ അഹ്സാബിലെ 10 പോകുന്ന ആയത്തിൽ പിന്നെ ആ മുനാഫിക്കുമാരുടെ അവസ്ഥ അല്ലാഹു ചൊല്ലത് കാണും. അല്ലാഹു ചൊല്ലുന്നത് വഇദ് യഖൂലുൽ മുനാഫിഖൂന, മുനാഫിക്കുമാർ ചൊന്നാർ വല്ലദീന ഫീ ഖുലൂബിഹിം മറദ്, ഖൽബിൽ രോഗമുള്ള ആൾമാർ മാ വഅദന അല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ, അല്ലാഹുവും അവന്റെ റസൂലും വാഗ്ദാന അത് വഞ്ചനല്ല ಅಂತ ಬೇರೆಂದುವಲ್ಲ, ಅದು ಬೆರೆದೆ. ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ವಾಗ್ದಾನ ಹಾಕಿದಿಂತೆ ಅಂದ್ರೆ ಅಲ್ಲೇ ಖಂದಕ್ ಯುದ್ಧ ಆ ഒരു ಗುಲಿ തോണ്ടിട്ടിക്കുമ്പൊത്തു ഒരു ಬೆಲ್ಚ ಬಂದದ್ದು ನಂಗೆ കഴിഞ്ഞ ക്ലാസ്സിൽ ചൊല്ലിದ್ದು. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാന ಹಾಕಿದ್ರು പേർഷ്യം റോമത്തം അതേപോലെ യമൻ എല്ലാം നിങ്ങൾ അണ്ടറിൽ പണ്ട് ഒരു കാലഘട്ട ಬರುകൊണ്ട് ചൊന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിದ್ದು. അപ്പൊ ಇದರ ವಿಷಯത്തിൽ ಮುನಾಫಿಕಮಾರ ചൊന്നಂದ್ರೆ ಅದೆಲ್ಲ ಬೆರ್ದೆ, ಅದೆಲ್ಲ ವಂಚನೆ ಇಟ್ಟಿಕ್ಕರಿ ಚೊಂತಂಗ ತಮಾಸಾಕ್ಯಾರ. മാത്രമല്ല വഇദ് ഖാലത് ത്വായിഫത്തും മിൻഹും, ആ മുനാഫിക്കുമാരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആൾമാർ ചൊന്നാർ യാ അഹ്ല യസ്രിബ്, ഏ മദീനത്തെ ആൾമാരെ ലാ മുഖാമ ലക്കും ഫർജു, നിങ്ങൾക്കിനി ഒരു നിലമില്ല, നിങ്ങൾ ഇത് വിട്ടിട്ട് സീത വരൂ, നിങ്ങളുടെ യുദ്ധാക്കുക നിക്കണ്ട. അതല്ല ബെർദത്തെ വിഷയത്തിക്കരുത്. വയസ്തഅ്ദിനു ഫരീഖും മിൻഹും നബിയ, കുറെ ആൾമാർ മുനാഫിക്കുമാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട ಬಂತು ಪರ್ಮಿಷನ್ കേട്ടാർ. എന്ത്ര പർമിഷൻ കേട്ടാർ? യഖൂലൂന ഇന്ന ബുയൂതന ഔറ, അങ്ങ ചൊന്നാർ ഞങ്ങൾ അവ അത് നഗ്നമായിട്ടുണ്ട്. ചൊന്നെങ്കിൽ അവിടെ കാവൽമാരില്ലാണ്ട് അവിടെ ഞങ്ങളെ പെണ്ണുങ്ങളെ വേറെ അറ്റാക്ക് ആക്രാറ ചൊന്തു പേടിച്ചിട്ട് പേടിയായിട്ടുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ പോണ്ട ചൊന്ത എന്താക്കിയ പർമിഷൻ കേട്ടാ. അള്ളാഹു ചൊല്ല മാഹിയ ബി ഔറ,
ആ കാവൽക്കാരില്ലാത്ത സബൽ എന്തോ അങ്ങ് പോണ്ടേ അല്ല. ഇൻ ഇൻ യുരീദൂന ഇല്ലാ ഫിറാറ, അങ്ങക്കാലി ഓടിയ പോണ്ടതല്ലാണ്ട് യുദ്ധത്തിൽ നിന്ന് പെറുചാരിയതല്ലാണ്ട് വേറൊന്നും സംഭവിച്ചിട്ടില്ല തെറ്റിക്കര്. അങ്ങനെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചൊല്ലി. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ എത്തിക്കര് ഞങ്ങ ആ ഖന്തക് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ മനസ്സിലാക്കുകയില്ല. അതേപോലെ സഹാബിമാർ ഇപ്പുറത്ത് നിന്നിട്ട് പ്രതിരോധം ആക്കി ഇന്നാർ, ശത്രുമാർ ആ എത്ര കോശിഷാക്കി ഇന്നാർ, ഇപ്പുറത്ത് സഹാബിരങ്ങ അപ്പുറത്തേക്ക് പ്രതിരോധം ആക്കി ഇന്നാർ. ആ ടൈമിൽ എത്തിക്കര് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, ನಾನು പഠിച്ചെന്ന പോലെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അയാള് ഔസ് ഗോത്രത്തമ ഖസറജ് ഗോത്രത്തമ ഒരു ലീഡർ ആയിട്ട്, അത് കൺഫ്യൂഷൻ ഏതെങ്കിലും. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു ഔസ് ഗോത്രത്തെ ലീഡർ, അയാള് ഈ പ്രതിരോധ ആക്കിയ സന്ദർഭത്തിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു കൈಗೆ ഒരു ബില്ല് ಬಂತು തരക്കി. ശത്രുമാരുടെ ബില്ല് അപ്പുറത്തെ ഊടേക്ക് ಬಂತು, അയാളുടെ കൈಗೆ തരക്കി. ആ തറച്ച ബില്ല് ഭയങ്കര ബില്ല് ഗായವರು, ആ ഗായത്തിൽ ചോര പൊട്ടിട്ട് തെറിച്ചിട്ട് ആ ചോര ഒൽഗു സ്റ്റാർട്ട് ആവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നോക്കിയിട്ട് ಬೇಗ സഅദ് റളിയല്ലാഹു അൻഹു മുട്ട പിടിച്ചിട്ട് ആ ട്രീറ്റ്മെന്റ് ആക്കുക. അതായത് മുന്നത്തെ കാലത്തെ തീക്കത്ത് പാട്ടിട്ട് കരച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കരച്ചിട്ട് എന്താക്കര് ട്രീറ്റ്മെന്റ് ആക്കരുത്. ആയെങ്കിലും ചോര നിണ്ടോ ഇല്ല. രണ്ടാമത്തെ വട്ട കരച്ചിട്ട് ട്രീറ്റ്മെന്റ് ആക്കരുത്, ആയെങ്കിലും ചോര നിണ്ടോ ഇല്ല. മൂന്നാമത്തെ വട്ടം ആക്കരുത്, ചോര നിണ്ടോ ഇല്ല. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവോട് ദുആ ആക്കരുത്, അല്ലാഹുമ്മ ലാ തുഖ്രിജ് നഫ്സി ഹത്താ തുഖിറു ഐനി ഫീ ബനി ഖുറൈള. അല്ലാഹുവേ നന്റെ നഫ്സിനെ നീ എടുക്കണ്ട. എവിടുത്തു ചോദിച്ചെങ്കിൽ ബനൂ ഖുറൈളറങ്ക് ശിക്ഷാ നടപടി എടുത്തിട്ട് നന്റെ കൺകുളിർമ അവിടെ കൊടുത്തോളൂ, നന്റെ നീ മരിപ്പാട്ടണ്ട ചൊന്തു സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവോട് ദുആ ആർക്ക് ചൊന്നെങ്കിൽ ബനൂ ഖുറൈളറങ്ങ ആ കരാർ ലംഘിച്ചതേറ്റിക്കർ ഇതുക്കല്ലാത്തക്ക് കാരണ ചൊല്ലത് സഅദ് റളിയല്ലാഹു അൻഹു ഭയങ്കര വലിയ അർസ പറഞ്ഞ സന്ദർഭം ഇത്തിൻ്റെത്. അപ്പൊ അത് കഴിത്തിക്കർ സഅദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ദുആ ആർക്കരെ, അല്ലാഹുവേ ബനൂ ഖുറൈളറങ്ങളെ അങ്ക് കിട്ടതായ ശിക്ഷ നന്റെ കണ്ണുരെതുള്ളു നോക്കിയിട്ട് കൺകുളിർമാക്കരോട് തോലു, നന്റെ നീ മരിപ്പാട്ടുണ്ട. സഅദ് റളിയല്ലാഹു അൻഹു ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കി. സഅദ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പ ഖന്തക് യുദ്ധയിട്ട് ആ ബനൂ ഖുറൈളറങ്ക് ശിക്ഷാ നടപടി സഅദ് റളിയല്ലാഹു അൻഹു മേത്തിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിരെ ശിക്ഷിക്കുന്നു കേട്ടപ്പോ സഅദ് റളിയല്ലാഹു അൻഹു ചൊല്ലി എന്തിരെ ശിക്ഷിക്കുന്നു ചൊല്ലുறது. അതിൽ പിന്നെ എത്തിക്കർ സഅദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. സഅദ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത് സാധാരണ നാങ്ങൾ കേട്ടതേറ്റിക്കർ അള്ളാഹ് ഒരു ആവശ്യ സമയത്ത് കുലിഞ്ഞു പോയിട്ട് അല്ലേ, 7000 മലക്കുമാർ അയാൾക്ക് വേണ്ടി നിസ്കരിച്ചാർ. അത് ഇൻഷാ അല്ലാഹ് ആ ഖന്തക് യുദ്ധത്തെ ബാക്കി ഭാഗത്തിൽ നമുക്ക് വിശദീകരിക്കുള്ളതായിരിക്കും. ഏതായെങ്കിലും സഅദ് റളിയല്ലാഹു അൻഹു ഈ ദുആർന്നതിൽ പിന്നെ എന്തായിട്ട് ഫസ്തംസക ഇർഖുഹു, ആ ചോര വന്നു ഇന്ന് ദൗഡിക സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഒരു ഇത്ത് സമയത്തെ ചോര ಬಂತಿಲ್ಲ ಈ ಹದೀಸ್ ರಿಪೋರ್ಟ್ ಹಾಕ್ರಿ ರಾವಿ ನಂಗೆ ಚೊಂತಂಡು. ಅಪ್ಪ ನೋಕರು ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ തആല സഅദ് റളിയല്ലാഹു അൻഹുടെ ആ ദുആ അവിടെ കബൂലാക്കരുത്. പിന്നെ സഅദ് റളിയല്ലാഹു അൻഹു ടെന്റ് ഉള്ളിൽ പോയിട്ട് രോഗിയായിട്ട് അവിടെ കിടന്നിട്ടുണ്ടായിട്ടിക്കറ് നമുക്ക് ചരിത്രത്തിൽ കാണും. അങ്ങനെ പിന്നെ ആ ഒരു ഖന്തക് യുദ്ധത്തിൽ മുസ്ലിമിങ് ആ ഒരു എത്ര ഡിഫെൻഡ് ആക്കി ഇന്നാർ. അങ്ങനെ എന്തായിട്ട് ഒരു നാള് ഡിഫെൻഡ് ആക്കിയിട്ട് ലാസ്റ്റ് ലൊഹർ നിസ്കരിച്ചാറ്, അസർ നിസ്കാര ഇങ്ങനെ ഡിഫെൻഡിലെ ആയിട്ടായിട്ട് ലാസ്റ്റ് മഗ്രിബ് ആവുന്നിടത്തോളം അസർ നിസ്കരിച്ചിട്ടില്ല. അസർ തപ്പിപ്പോയിട്ട് മഗ്രിബ് അതായത് സൂര്യ അസ്തമിച്ചിട്ട് അപ്പത്തേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ಬಂದು നബിയോട് ചോദിച്ചു, നബിയെ ഞാൻ നിസ്കരിച്ചിട്ടില്ലല്ലേ എൻ്റെ അസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരും വിളിച്ചു കൂട്ടു, സഹാബികളെ വിളിച്ചു കൂട്ടിയിട്ട് ಬೇಗ ಅಸರ್ ನಿಸ್ಕರಿಕಿರಿ പിന്നെ മഗ്രിബ് നിസ്കരിക്കും. അങ്ങനെ മഗ്രിബ് നിസ്കരിച്ചാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർസത്തിൽ ഒരു പൽക്ക ചൊല്ലും, എന്തിരെ മല അല്ലാഹു ഖുബൂറഹും വബുയൂതഹും നാറ, ശത്രുമാരുടെ ഔത്തുകും ഖബറുകും അല്ലാഹു തീ നിറയ്ക്കട്ടെ. കാരണം എന്താ ചൊന്നെങ്കിൽ സ്വലാത്തുൽ ഉസ്ത നബി അങ്ങനെ ഇത്തിക്കറോട് ചൊല്ലുന്നത്, കമാ ശഗലന അൻ സ്വലാത്തിൽ ഉസ്ത ഹത്താ ഇദാ ഗാബത്തി ശംസ്, സൂര്യ അസ്തമിക്കറോട് തോലും ഞങ്ങൾ സ്വലാത്തുൽ ഉസ്ത ഞങ്ങൾ തപ്പാട്ടി മുട്ടാറല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഖബറുകും അതേപോലെ ഞങ്ങളെ ഔത്തുകും തീ നിറയ്ക്കട്ടുണ്ട് തിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർസത്തിലും ബേജാറിലും അവിടെ വെച്ച് ദുആർക്കറി അല്ലേ. നോക്കൊരു ഒരു നിസ്കാര അസർ നിസ്കാര തപ്പിയത് കേട്ടിക്കറ്, അതും എന്തിന്റെ പേരിൽ അള്ളാഹുടെ മാർഗത്തിൽ യുദ്ധാക്കിയിട്ട് അള്ളാഹുടെ മാർഗത്തിൽ അള്ളാഹുടെ നിർദ്ദേശ പ്രകാരമായിട്ടിക്കറ് സഹാബിരങ്ങ യുദ്ധാക്കിയില്ലേ. അപ്പൊ ആ യുദ്ധാക്കിയ സന്ദർഭത്തിൽ ആ യുദ്ധത്തിൽ നിസ്കാര തപ്പിയിട്ടേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ദുആർക്കറി. നോക്കൂ എത്ര ഒരു നിസ്കാരത്തെ വക്ത് തപ്പിപ്പോയ സമയം എത്ര ബേജാറാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളെന്തൊരു അവസ്ഥ, ഞങ്ങൾ ആൾമാർ നിസ്കാരമേ ഇല്ലാത്ത എത്ര ആളുകൾ, നിസ്കാരത്തെ ബലമേ പിടില്ലാത്ത എത്ര ആളുകൾ. മൻ തറകഹ ഫഖദ് കഫറ, ആറ് നിസ്കാരം വിട്ടാർ അവൻ കാഫിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു. അപ്പൊ ഒരാൾ നിസ്കരിച്ചില്ല അവൻ ദുനിയാവിലും
ಮುಸ್ಲಿಮಾಯ ಅಬ್ಬುಮ್ಮರೊಟ್ಟಿಗೆ ಪೆತ್ತು ಬಂದನೆಂಟು ಮಾತ್ರ ಅವ್ನು ಕಾಫಿರೆಡ್ಡಿ ಜೀವಿಸೋಲ್ಲ. ಅವನು ತೌಬಾಕಿಟ್ಟು ಅವನ ನಿಸ್ಕಾರತ್ತೆ ಅವ್ನು ಕಂಪ್ಲೀಟ್ ಅವನ ನಿಸ್ಕಾರತ್ತೆ ಅವ್ನು ರಿಟರ್ನ್ ನಿಸ್ಕರಿಸಿಲ್ಲ ಅಂಟಾಯ್ ಅವ್ನು ಕಾಫಿರೇಟ್ ಮರಿಕೆ. അപ്പൊ അത് കഴിത്ത് നിസ്കാരത്തെ വിഷയത്തിൽ ഭയങ്കര ജാഗ്രത. അതേപോലെ വക്ത് തപ്പാട്ടിട്ട് നിസ്കരിക്കുന്ന തീര വക്ത് തപ്പാട്ടുക സമയത്ത് ഞങ്ങൾ തീര അല്ലേ, ജമാഅത്ത് തപ്പാട്ടുക സമയത്ത് തീര. എന്റെ ഒരു എതിരുള്ളതല്ലാണ്ടെ ഞങ്ങ ജമാഅത്ത് അനാവശ്യമായിട്ട് തപ്പാട്ടുക തീര. അതിലും ഞങ്ങൾ ജാഗ്രത ആക്കണായത്. മുന്നത്തെ താബിമാരെ ചരിത്രം നോക്കിയെങ്കിൽ ഒരു താബി അയാള് ഒരു ജമാഅത്ത് തപ്പിയ പേരിൽ ജീവനത്തിൽ ഇടി അതിരെ ചൊന്ത് അതിരെ നിറച്ചിട്ട് ബുൾപുട്ടോയിട്ടുണ്ട് ഒരു ജമാഅത്ത്. അങ്ങനത്തെ എത്ര ജമാഅത്ത് നങ്ക് തപ്പി. അപ്പൊ അത് കഴിത്ത് അതെല്ലാം ഞങ്ങൾ ജാഗ്രത ആക്കുന്ന ഒരു വിഷയത്തിൽ. അപ്പൂടെ ഹന്തക് യുദ്ധത്തില് മുസ്ലിമീങ്ങ ആ സ്വലാത്തുൽ ഉസ്ത അത് ഏത് അസർ നിസ്കാര അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പോലെ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വലാത്തുൽ ഉസ്ത ಅಂತ ಕೃಷ್ಣ. അപ്പൊ ആ സ്വലാത്തുൽ ഉസ്ത അസർ നിസ്കാര ಅಂತ എങ്ങനെ കിട്ടി? ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തുൽ ഉസ്ത ചൊന്ന സബലൈറ്റി. അപ്പൊ അസർ നിസ്കാരത്തിന് എത്ര പ്രാധാന്യമുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ അസർ നിസ്കാരത്തെ പ്രാധാന്യം നമുക്ക് പഠിപ്പാട്ട് അല്ലേ. ആരെങ്കിലും അസർ നിസ്കാരം മുട്ടാറുണ്ടായി അവന്റെ അമല് ബാത്തിലാവുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അനാവശ്യമായിട്ട് അസർ നിസ്കാരം മുട്ടുണ്ടായി. അത് മാത്രമല്ല നിസ്കാരത്തിൽ വെച്ചിട്ട് എല്ലാത്തിന്റെ പ്രാധാന്യമുള്ള രണ്ട് നിസ്കാരം, ഒന്ന് അസർ നിസ്കാരം, പിന്നെ സുബൈ നിസ്കാരം, ഫജർ നിസ്കാരം. ബാക്കി പ്രാധാന്യം ഇല്ലാണ്ടല്ല അതിനർത്ഥം. അല്ല എല്ലാത്തിന്റെ യാറ പ്രാധാന്യം. കാരണം എന്താ വെച്ചെങ്കിൽ ആ ജണ്ടു വക്തിലേറ്റിക്കറ് മലക്കുമാർ സുബൈത്തെ കാവൽ നിൽക്കുന്ന മലക്കുമാറും ജാമന കാവൽ നിൽക്കുന്ന മലക്കുമാറും മുട്ടിക അവരെ സന്ദർഭം. ഒന്ന് ഫജർ പിന്നെ ഒന്ന് അസർ. അപ്പൊ ഇത് ഞങ്ങൾ യാറെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിട്ട്. അപ്പൊ ഇത് ഇട്ടിക്കറ് ആ ഒരു സന്ദർഭത്തിൽ ഹന്തക് യുദ്ധത്തിൽ നടന്നതായ വിഷയാച്ചുള്ളത് ഞങ്ങൾ മനസ്സിലാക്കും. അതേപോലെ ഇനിയും ആ ഹന്തക് യുദ്ധത്തെ സന്ദർഭത്തിൽ കൊറിയ വിഷയം ഇനിയും ഞങ്ങൾക്ക് മനസ്സിലാക്കുകൊണ്ടു. ഇൻഷാല്ല ബാക്കി വിഷയ ഞങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന ചരിത്രത്തെ കൃത്യമായിട്ട് പഠിക്കുകയും കൃത്യമായിട്ട് അറിയുകയും അതിൽ കിട്ടതായ പാഠത്തെ ഉൾക്കൊള്ളുകയും നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.